നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള വാർത്തയാണ്. ഇക്കാര്യം ആരും ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഏതാണ്ട് ഇക്കാര്യത്തിൽ ധാരണയായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസിൻ്റെ ശക്തികേന്ദ്രമാണ് മധ്യ തിരുവിതാംകൂർ. അവിടെ പ്രത്യേകിച്ച് മാണി വിഭാഗത്തിന് അസാമാന്യമായ സ്വാധീനം തന്നെ ഉണ്ടായിരുന്നു. KM മാണിയുടെ ലെഗസി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ജോസഫ് ഗ്രൂപ്പിനും അവിടെ സ്വാധീനമുണ്ട് എങ്കിൽ പോലും അത് ചില്ലറ പോക്കറ്റുകളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാനാവാത്തതാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് എന്തുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFിലേക്ക് തിരികെ കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചർച്ച UDFിൽ ഉയർന്നത്. ഇതിന് മുസ്ലിം ലീഗ് തന്നെയാണ് മുൻകൈ എടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ചേതോവികാരം ഭാവിയിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ അധികാരത്തിലെത്തിയാൽ അന്ന് ലീഗിന് തന്നെയായിരിക്കും ഒരു അപ്രമാദിത്വമുള്ളത് എന്നുള്ള കാര്യം നിഷേധിക്കാനാവാത്തതാണ്. ഇത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമാവുകയും അവരുടെ വോട്ടുകളൊക്കെ തന്നെ BJPയിലേക്ക് പോവുകയും ചെയ്യുമോ എന്ന് സ്വാഭാവികമായും ലീഗ് ഭയപ്പെടുന്നുണ്ട്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം നേട്ടങ്ങളുണ്ടാകാറുള്ളത് എല്ലായ്പ്പോഴും കേരള കോൺഗ്രസ് UDFിൻ്റെ ഭാഗമായി മാറിയ സമയത്തൊക്കെ തന്നെയാണ്. ഇപ്പോൾ LDFിൻ്റെ ഭാഗമായതിന് ശേഷം സഭയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അവരെ തുറച്ചു നോക്കുകയാണ്. മാത്രവുമല്ല, ഇനി UDF അധികാരത്തിലെത്തിയാൽ അവിടെ ലീഗിന് തന്നെയായിരിക്കും ഏറ്റവും അധികം മുൻഗണന നൽകുക എന്നും തങ്ങളുടെ ആവശ്യങ്ങൾ പലപ്പോഴും പരിഗണിക്കപ്പെടുമോ എന്നും അവർ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭ തന്നെയാണ് നേരിട്ട് ഇക്കാര്യത്തിന് ചരട് വലിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എറണാകുളത്ത് സഭ ആസ്ഥാനത്തെത്തി ചർച്ച നടത്തിയതിൻ്റെയൊക്കെ പിന്നിൽ ഇതായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 1980 അന്ന് അവർ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നുവെങ്കിൽ 81 നായനാർ മന്ത്രിസഭ നിലംപതിച്ച ആ സമയത്ത് KM മാണിയും പിന്തുണ പിൻവലിക്കുകയായിരുന്നു ഇടതുമുന്നണിക്ക്. പിന്നീടാണ് അവർ UDFിൻ്റെ ഭാഗമായി മാറിയതും UDFിലെ ഏറ്റവും അവിഭാജ്യ ഘടകമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും. ഇത് KM മാണി അന്തരിച്ചതിന് ശേഷമാണ് മാണി വിഭാഗം പിന്നീട് ഇടതുമുന്നണിയിലേക്ക് പോയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇടതുമുന്നണിക്ക് ഏറെ നേട്ടങ്ങളുണ്ടാക്കാൻ, പ്രത്യേകിച്ച് CPMന് നേട്ടങ്ങളുണ്ടാക്കാൻ ഈ ഒരു കൂട്ടുകെട്ട് സഹായിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പലരും ആശങ്കയിലാണ്. കാരണം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ പലതും ചോർന്നുപോയി എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നു. കേരള കോൺഗ്രസിന് ഇപ്പോൾ മന്ത്രിയുള്ളത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ കൂടാതെ പ്രമോദ് നാരായണൻ MLAയും ഇടതുമുന്നണി വിടുന്നതിന് വിമുഖത കാണിക്കുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കത്തോലിക്ക സഭ അവരുടെ നിലപാട് ശക്തമാക്കിയാൽ അവരും മാറേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകുന്ന കാര്യം, സ്വന്തം സീറ്റുകൾ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ലീഗ് തയ്യാറാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് തന്നെ വീണ്ടും മടങ്ങിയെത്തും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ സീറ്റുകൾ ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവർക്ക് കൂടുതലായി കിട്ടിയത്. 10 നിയമസഭാ സീറ്റിലാണ് അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. ഇത് ഒരുപക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൂടി വിധിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ളൊരു സംശയം അവിടെ ഉയരുന്നുണ്ട്. എങ്കിൽ പോലും മധ്യ തിരുവിതാംകൂറിലെ വിവിധ ജില്ലകളിലൊക്കെ തന്നെ ജോസഫ് ഗ്രൂപ്പിനേക്കാൾ ശക്തിയുള്ളത് മാണി ഗ്രൂപ്പിന് തന്നെയാണ്. കാരണം KM മാണി എന്ന അതികായനായ വ്യക്തി ഇവിടെ ബന്ധങ്ങളും എല്ലാവരുമായിട്ടുള്ള അടുപ്പമൊക്കെ തന്നെ വലിയ തോതിൽ ഇതിന് സഹായകരമായിട്ടുണ്ട്. പക്ഷേ അത് ഫലപ്രദമായി ഇപ്പോൾ പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക കേരള കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഒരുപക്ഷേ വലതു മുന്നണിയിലേക്ക് പോയില്ല എങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ കുറേ നേതാക്കളെങ്കിലും പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കേന്ദ്ര വിരുദ്ധ സമരം ഇടതുമുന്നണി നടത്തിയപ്പോൾ അവിടെ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല എന്നുള്ള പ്രശ്നം ഉയരുന്നത്. ഇക്കാര്യത്തിൽ പിണറായി കോപിഷ്ഠനാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വന്നില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എങ്കിൽ പോലും നിലവിലെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം തങ്ങളുടെ പഴയ സ്ഥലത്തേക്ക് UDFിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമൊക്കെ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ ഒടുവിൽ നിർബന്ധിതരാകുമെന്നുള്ളതും ഉറപ്പാണ്. PJ ജോസഫും ഒരു മുന്നണിയുടെ ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്ന് എത്തും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചരടുവലികൾ സജീവമാകുമെന്നും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത്.